ഒരു പിന്നെ ഇശാ സമയത്ത് ഒരാള് നമ്മുടെ പള്ളിയിൽ വന്നു. ഞാൻ പറഞ്ഞത് ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടെന്ന് നമ്മൾ അറിയാൻ വേണ്ടിയിട്ടാണ്. കാരണം ദുനിയാവിനോടുള്ള ആഗ്രഹം അള്ളാഹുവിന്റെ സ്നേഹം നേടാൻ നമുക്ക് തടസ്സമാകുന്നോ എന്നതാണ് പ്രശ്നം. അയാൾ വന്നിട്ട് അയാൾ പറഞ്ഞു, "ഞാൻ ഗൾഫിലാണ്." അയാൾ പരിചയപ്പെടുത്തി. അപ്പൊ അയാൾ അങ്ങനെ ഒരു തീവ്രമായി നമ്മുടെ ആദർശം സ്വീകരിച്ച ഒരു വ്യക്തിയൊന്നല്ല. നമ്മുടെയൊക്കെ എല്ലാവരുടെയും ദീന്റെ കാര്യങ്ങളും ക്ലാസ്സുകളൊക്കെ കേൾക്കുന്ന ഒരാളും. അപ്പൊ അദ്ദേഹം പറഞ്ഞു, "ഗൾഫിൽ നിന്നും ഞാന് ഒരു ബിസിനസ്സിന് വേണ്ടി വന്നതാണ്. അപ്പൊ ആ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു 40,00,000 രൂപ വെച്ചിട്ട് ഞാനിപ്പോ ഇവിടെ വന്നു. വന്നിട്ട് കുറച്ച് ദിവസായി. ഇപ്പൊ ഞാൻ എറണാകുളം പല സ്ഥലത്തും ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി അന്വേഷിച്ചു. അപ്പൊ എന്റെ ഒരു എക്സ്പീരിയൻസ് പ്രകാരം ഇവിടെ ഒരു ബിസിനസ് ഞാൻ തുടങ്ങിയാൽ ആ പൈസ പോകുംന്ന് എനിക്ക് മനസ്സിലായി. ഇവിടുത്തെ ഒരു അവസ്ഥ മനസ്സിലാക്കി. അപ്പൊ ഞാൻ എന്ത് വെച്ചാൽ ഈ 40,00,000 എന്നാ തിരിച്ചു പോവല്ലേ, എനിക്ക് സമയമായി. അപ്പൊ തിരിച്ചു പോകുമ്പോൾ ഈ 40,00,000 ഒരു പള്ളി ഉണ്ടാക്കിയാണ് പോവാ ഞാൻ തീരുമാനിച്ചു. നിങ്ങളൊരു സ്ഥലം കാണിച്ചു, പള്ളിക്ക് പെർമിഷൻ കിട്ടിയ ഒരു സ്ഥലം കാണിച്ചിരുന്നു. നിങ്ങൾ ചിന്തിക്കു, നമ്മളെ വെച്ചൊന്ന് ചിന്തിക്കുക നിങ്ങൾ. 40,00,000 രൂപ ഇവിടെ ഒരു ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നിട്ട് തിരിച്ചു പോണത് വരെ ബിസിനസ്സിന് ഒരു അവസരം കാണാതെ വന്നപ്പോൾ അയാൾ അതെന്ത് ചെയ്തു, നേരെ ഒരു പള്ളിക്ക്, ആ പള്ളി പണി കഴിഞ്ഞു, ഇപ്പൊ നമ്പർ ഇടാൻ വേണ്ടി നിൽക്കുകയാണ്. ആ പള്ളിക്ക് നമ്മൾ സ്ഥലം കാണിച്ചു കൊടുത്തു. ആ സ്ഥലം ഇഷ്ടപ്പെട്ടു. അള്ളാഹു അത് കബൂൽ ചെയ്യട്ടെ, സ്വീകരിക്കട്ടെ. അയാൾ ആഗ്രഹിച്ച പ്രതിഫലം അള്ളാഹു നൽകട്ടെ. ദാ അത് അതാരാണ് തന്നത് എന്ന് ആ തന്ന ഞങ്ങൾ ഒന്ന് രണ്ട് പേർക്ക് അറിയുന്നല്ലാതെ അയാൾക്ക് ഒരിക്കലും, അയാൾ ആ സൈറ്റിൽ അയാൾ അന്ന് പോയതാണ് ഗൾഫിക്ക്. അയാൾ ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല, ഇവിടെ വന്നു. നീ അറബിയാന്ന് വിചാരിക്കേണ്ട, നല്ല പച്ച മലയാളി തന്നെയാണ് അയാളും. ചിലപ്പോൾ അങ്ങനെ ഒരു സമാധാനത്തേക്ക് നമ്മൾ എത്തും. ചിലപ്പോൾ ഒരു അറബിയാൾ ആരെങ്കിലും ഒക്കെ അയക്കും. ആരായിരുന്നാലും അയാൾ എന്താ അറിയൂ, സ്വർഗത്തിലൊരു വീടാണ് സുഹൃത്തുക്കളെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു വീട് പണി നടക്കുകയാണ്. സ്വർഗത്തിലേക്കുള്ള ഒരു വീട് പണി അയാൾ ഇവിടെ ആരംഭിക്കുകയാണ്. അതാണ് മനസ്സിലായത്.